നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൊസൈറ്റി ഇൻ ഇന്ത്യ എന്ന പേപ്പറിലെ ഒന്നാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കൊളോണിയൽ ഇമേജ് ഇന്ത്യൻ നാഷണലിസം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യ ഗേറ്റിനെ കുറിച്ചും ജാലിയൻ വാലാബാഗിനെ കുറിച്ചും ചെറിയൊരു രീതിയിൽ. അതായത് ഇന്ത്യ ഗേറ്റ് എവിടെയാണ്? നമ്മുടെ ഡൽഹിയിലാണ് അല്ലെ. സോ നമ്മുടെ ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് ആദ്യ ലോക മഹായുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ള സൈനികരെ സ്മരിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ്. നമ്മുടെ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ പ്രമാണവും ശക്തിയുമാണ് ഇത് പ്രതിനിധാനം അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ജാലിയൻ വാലാബാഗ് മെമ്മോറിയലില് അത് നോക്കുകയാണെങ്കിൽ 1919 ബ്രിട്ടീഷ് സേന പൂർണ്ണമായിട്ടും പാവപ്പെട്ടിട്ടുള്ള ജനങ്ങളെ എന്താ പറയാ നല്ല ഭയങ്കരമായ രീതിയിൽ ദുരന്തത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ഒരു ജാലിയൻ വാലാബാഗിലെ. അപ്പൊ ഇത് ഒരു ഭാരതീയ ദേശീയ പ്രസ്ഥാനത്തെയും ബ്രിട്ടീഷ് വിരുദ്ധ പ്രതിരോധത്തെയും ഇത് എന്ത് ചെയ്യുന്നുണ്ട്? റെപ്രസെന്റേറ്റീവ് ചെയ്യുന്നുണ്ട്. അത് ആദ്യം ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ബ്രിട്ടീഷ് അധിനിവേശ കാലത്തെ കുറിച്ചാണ്. ഇവർ ആരംഭിക്കുന്നത് നമ്മുടെ ബ്രിട്ടീഷ് വ്യാപാരികളും വ്യവസായ ആവശ്യങ്ങൾക്കായിട്ടാണ് ഇവർ ഇന്ത്യയിൽ എത്തുന്നത്. അതായത് ഇന്ത്യ ഒരു മാർക്കറ്റ് എന്ന രീതിയിലാണ് അവർ വരുന്നത്. അങ്ങനെ ആ വരുന്ന സമയത്ത് മുഗൾ സാമ്രാജ്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു മുഗൾ സാമ്രാജ്യത്തെ എന്താ പറയാ, അവർക്ക് മനസ്സിലായി അവര് കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, വീക്ക് ആയിട്ടുണ്ട്. സോ അവർക്ക് ഈ ഒരു ബ്രിട്ടീഷുകാർക്ക് അവർക്ക് ഒരു നിയന്ത്രണം സ്ഥാപിക്കാൻ കഴിയുമെന്ന് അവർക്ക് മനസ്സിലാവാണ്. സോ അവര് അതിനുവേണ്ടി ഉപയോഗിച്ച രീതികൾ, യുദ്ധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, ബലപ്പെടുത്തലുകൾ, കരാറുകൾ, പ്രാദേശികമായ ശക്തികളുടെ കൂട്ടുകെട്ടുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ ഒരു അധികാരം പിടിച്ചെടുക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് കർഷക നയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കൊണ്ടുവന്നിട്ടുള്ളത് കർഷകരുടെ നിയന്ത്രണം, പണം സമ്പാദനവും, അതേപോലെ ക്യാഷ് ക്രോപ്സ് ഇല്ലേ, ഇതിലുള്ള പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? കാർഷിക രീതിയിലുള്ള ആ മേഖലയിൽ ഒരുപാട് നിയമങ്ങൾ, പോളിസീസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വ്യാപാര നിയന്ത്രണം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യൻ സാധനങ്ങൾ കുറഞ്ഞ വിലക്ക് അവർ വാങ്ങിയിട്ട് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ അവർ അമിത വിലക്ക് മേടിക്കും അല്ലെ, വിൽക്കും. അതായത് ഇവരെന്ത് ചെയ്യും? ഇന്ത്യയിലെ റോ മെറ്റീരിയൽസ് ഇവർ കർഷകരിൽ നിന്ന് ചെറിയ തുച്ഛമായ വിലക്ക് വാങ്ങിയിട്ട് ഇവർ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ ഉണ്ട്. അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ട് അല്ലെ, അതായത് വ്യവസായ വിപ്ലവങ്ങളുണ്ട്. അപ്പൊ അവിടെ ഒരുപാട് കമ്പനികളുണ്ട്. അപ്പൊ ആ കമ്പനിയിലേക്ക് അവർ കൊണ്ടുപോയിട്ട് അവരെന്ത് ചെയ്യും? ആ ഒരു വ്യവസായത്തിൽ വെച്ചിട്ട് ഫൈനൽ പ്രൊഡക്റ്റ് ആക്കിയിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഇന്ത്യയിൽ വലിയ വിലക്ക് അവർ വിൽക്കും. എല്ലാവരും മേടിക്കും ചെയ്യും. കാരണം ചീപ്പ് റേറ്റ് ആയിരിക്കും, നല്ല സാധനങ്ങൾ ഉണ്ടാവും ചെയ്യും. അപ്പൊ എല്ലാവരും മേടിക്കും. അതാണ് അവർ കണ്ടുവച്ചു അവരുടെ ഒരു എയിം. ഓക്കെ, അങ്ങനെ ഇനി നമുക്ക് നോക്കാനുള്ളത് സാമ്പത്തികവും സാമൂഹികമായിട്ടുള്ള സ്വാധീനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മുടെ എക്കണോമിക് ഇൻഫ്ലുവൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ വ്യവസായ വിപ്ലവം അല്ലെ, അതായത് മെക്കാനൈസേഷൻ, അത് എന്തിനു കാരണമായി? ഉൽപാദന വർധനവില് അല്ലെ, അതായത് ഒരുപാട് യന്ത്രവൽക്കരണം എന്തിനു കാരണമായി? ഒരുപാട് ഉൽപാദനം വർദ്ധിക്കാൻ കാരണമായി. അപ്പൊ അതാണ് വ്യവസായ വിപ്ലവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഇന്ത്യയിലെ റോ മെറ്റീരിയൽസ് വസ്തുക്കൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇംഗ്ലണ്ടിലോട്ട് കൊണ്ടുപോയിട്ട് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള പ്രൊഡക്റ്റ് ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയിട്ട് അവർ എന്ത് ചെയ്യും? അത് വിൽക്കാനുള്ള ഒരു മാർക്കറ്റ് ആക്കി മാറ്റി. അതാണ് അവിടെ തന്ത്രം. ഇനി ഇതിനു വേണ്ടിയിട്ട് കർഷകരുടെ പിഴവുകള്, വസ്ത്ര വ്യവസായം നശിക്കുകയും അതുപോലെ പുതിയ മിഡിൽ ക്ലാസ് രൂപപ്പെടുകയും ചെയ്തു. ഇതൊക്കെയായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് സാമൂഹികവും സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ചില പാരമ്പര്യ ചട്ടങ്ങളിൽ, അത് സതി ആയിക്കോട്ടെ, ശൈശവ വിവാഹം, ദെൻ നമ്മുടെ സ്ത്രീ പുരുഷ അസമത്വങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പം ഇതിനൊക്കെ തിരുത്ത എന്ന രീതിയിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രിട്ടീഷ് വിദ്യാഭ്യാസം, എഴുത്തിനും അല്ലെ, എഴുതാനും വായിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് വിദ്യാഭ്യാസം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്തിനാ വെച്ചാൽ നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല, അവർക്ക് ഇവിടെ ഈസി ആയിട്ട് നല്ല രീതിയിൽ ഭരണം നടത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ. അവരുടെ ഭരണത്തോടുള്ള സഹകരണത്തിന് വേണ്ടിയിട്ടാണ് അവർ ബ്രിട്ടീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ സാമൂഹികപരമായിട്ടുള്ള എന്താ പറയാ, നവോത്ഥാന നായകന്മാർ ഒരുപാട് പേരുണ്ടായിരുന്നു. നമുക്കറിയാം, രാജാ മോഹൻ റോയ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ദെൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ, അരുണ അസഫ് അലി, ദെൻ പാരദീസ രാമാഭായി അല്ലെ, ഇവരൊക്കെ ഇതിൽ ഫേമസ് ആയിട്ടുള്ള ആളുകളാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നതും നിയമപരമായിട്ടുള്ള മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നു. സതി നിഷേധിച്ച് അല്ലെ, 1829 സതി നിർത്തലാക്കി. വിവാഹാനന്തര നിയമങ്ങൾ കൊണ്ടുവന്നു. ബാലവിവാഹം നിരോധിച്ചു 1929. ഇതൊക്കെയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ നിയമവും നീതിയുമായി ബന്ധപ്പെട്ട കാര്യം നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ നിയമപ്രക്രിയ എന്ന് പറയുന്നത് ഭരണത്തിൽ സ്വാർത്ഥമായിട്ടുള്ള നിയന്ത്രണമായിരുന്നു. വിധി ലഭ്യമല്ലാത്തവർക്കും അധികാര വ്യത്യാസം, നിയന്ത്രണമല്ലാത്ത അല്ലെങ്കിൽ നിയമത്തിനെതിരെയുള്ള അധികാരങ്ങളൊക്കെ ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ളത് നാഷണലിസം ഇൻ ഇന്ത്യ ആണ്. ഇവിടെ അധിനിവേശത്തിന്റെ പെർസ്പെക്റ്റീവ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് ചരിത്രകാരന്മാരായിട്ടുള്ള ജെയിംസ് വില്ല്,
WW100, ദെൻ നമ്മുടെ വിൻഡർ സ്മിത്ത്, ജോൺ സ്ട്രാച്ചിലെ. ഇപ്പൊ ഇവരുടെ ഒരു വീക്ഷണം പറഞ്ഞാൽ ഇന്ത്യയെ ഒരു രാഷ്ട്രീയ സംഘടനയല്ലാത്ത പ്രദേശമായിട്ട് കാണാം എന്നതായിരുന്നു ഇവരുടെ വീക്ഷണം. ഇതിന്റെ ഒരു ക്രിറ്റിസം മത, ജാതി, ഭാഷ വ്യത്യാസങ്ങൾ ഒന്നായിട്ട് ഒരു ദേശത്തെ ഐക്യം സാധ്യമല്ല എന്നായിരുന്നു ഇവരുടെ ഒരു ക്രിറ്റിസിസം. ഇനി ഇതിൽ വരുന്ന ഇന്ത്യൻ ദേശീയത, അതായത് വരുന്ന വ്യക്തികൾ മോഡറേറ്റ് ആയിട്ടുള്ള തിങ്കേഴ്സും ഉണ്ട്, ദെൻ റാഡിക്കൽ നാഷണലിസ്റ്റ് ആയിട്ടുള്ള ആളുകളുമുണ്ട്. ഇതില് ഇവര് പാശ്ചാത്യ സ്വാധീനം കൊണ്ടുവരുന്ന സമയത്ത് അവിടെ വിദ്യാഭ്യാസം എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ആവുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസം കിട്ടുമ്പോൾ അവിടെ ദേശീയ ബോധം ഉണ്ടാവുന്നതാണ് പറയുന്നത്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഐക്യം എന്ന് നമ്മുടെ രാധാ കമൽ മുഖർജി, ലാലാ ലജ്പത് റായ്, JB ജയ്സ്വാൾ അല്ലെ. ദെൻ നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ സാംസ്കാരിക ഐക്യം, അതാണ് രവീന്ദ്രനാഥ് ടാഗോർ. വിവിധ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന സംയുക്തമായിട്ടുള്ള സംസ്കാരമാണ് സാംസ്കാരിക ഐക്യം. ദെൻ നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ആധുനിക ദേശീയത എന്ന കൺസെപ്റ്റ് ആണ്. അത് ഗാന്ധിയാണ് കൊണ്ടുവന്നത്, സമഗ്രമായ ഇന്ത്യയുടെ ഐക്യം. ഓക്കെ, നെഹ്റു വരുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന ഇതാണ്. സോ ഇതൊക്കെയാണ് ഇവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യൻ ദേശീയതയുമായി ബന്ധപ്പെട്ടത്. നെക്സ്റ്റ് പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു ദേശീയത ഉത്ഭവിച്ചത്. ബ്രിട്ടീഷ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥര്, ദെൻ ഇവർ കൊണ്ടുവന്നിട്ട് ഒരുപാട് വിദ്യാഭ്യാസ നയങ്ങൾ, ദെൻ വ്യത്യസ്തമായിട്ടുള്ള നയങ്ങൾ, വിദ്യാഭ്യാസം, അതേപോലെ പ്രിന്റിംഗ് പ്രസ്, ഭാഷ, വിഭജനം, ഇതൊക്കെയാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള സാമ്പത്തിക ഘടകം പറഞ്ഞാല് നമ്മുടെ ഉൽപാദന പിഴവുകൾ, ധനത്തിന്റെ ഒഴുക്ക്, ബ്രിട്ടീഷ് സേന, ഇതൊക്കെയായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് നമുക്ക് നോക്കാനുള്ളത് ഗാന്ധിയും ദേശീയതയും എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ്. നമ്മുടെ ദേശീയതയുടെ അവലോകനത്തില് നമ്മുടെ ആദ്യ ഇന്ത്യൻ ദേശീയത പ്രധാനമായിട്ടും സാമൂഹിക പ്രശ്നങ്ങൾക്ക് കേന്ദ്രീകരിച്ചായിരുന്നു അല്ലെ. ഇതിന് ക്ലാസ്, അതേപോലെ കാസ്റ്റ്, ദെൻ റിലീജിയൻ ഒക്കെ വ്യത്യാസമായിരുന്നു. ദെൻ നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഭാരതീയ ദേശീയത പഴയ സംസ്കാരത്തോട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ഒരു റിലേറ്റ് ആയിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ബ്രിട്ടീഷ് സമ്പ്രദായം കൊണ്ടല്ല ഇത് നിർമ്മിതമായിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഭാരതത്തെ ഒരു രാഷ്ട്രം എന്ന ആശയമാണ്. അതായത് പുരാതന ഭാരതത്തിലെ വൈവിധ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സിവിലൈസേഷൻ അല്ലെ. നമ്മുടെ തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ഹരിദ്വാർ, രാമേശ്വരം, ജഗന്നാഥ് അല്ലെ, ഇതൊക്കെ ഐക്യത്തെ വളർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ മതവ്യത്യാസങ്ങൾ ഒരു ദേശത്തെ എളുപ്പത്തിൽ തകർക്കാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, പേഴ്സി എല്ലാവരും രാജ്യത്തിലെ സഹജീവികളാണ് എന്നാണ് നമ്മുടെ ഈ ഒരു രാഷ്ട്രം എന്നൊരു ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് സ്വരാജ് അല്ലെ, അതായത് മാനസിക സ്വരാജ്, അതായത് നമ്മുടെ ആന്തരിക സ്വാതന്ത്ര്യമാണ് അല്ലെ. നമ്മുടെ ശക്തി, വിദേശ വിവേകത്തിൽ നിന്നുള്ള മോക്ഷം, ഇതൊക്കെയാണ് മാനസിക സ്വരാജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാഹ്യ സ്വരാജ് പറഞ്ഞാൽ വിദേശ അധിനിവേശം അവസാനിപ്പിക്കലാണ്. ദെൻ സത്യസന്ധത, സേവനം, ഖാദി, ധാർമ്മിക മൂല്യങ്ങൾ സ്വരാജിന്റെ ഭാഗമാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് അംബേദ്കറും ദേശീയതയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇതില് നമ്മുടെ ദേശീയതയുടെ അടിസ്ഥാന വിവരണം എന്ന് പറയുന്നത് ദേശത്തെ ജനങ്ങളുടെ സമാനതയും സ്വാതന്ത്ര്യവും പ്രാധാന്യമാണ്. അതുപോലെ സാമൂഹിക ബാലൻസ് ഇല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യം പോരാ. മാത്രമല്ല ഇവിടെ കാസ്റ്റ് ഓപ്പറേഷൻ, സോഷ്യൽ ടിറനി, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യവും സാമൂഹിക സ്വാതന്ത്ര്യവും ഉണ്ടാവുമ്പോഴാണ് അവിടെ യഥാർത്ഥമായിട്ടുള്ള ദേശീയത ഉണ്ടാവുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ പ്രിയാമ്പിളിനെ കുറിച്ചാണ് അല്ലെ. അതായത് ഭരണഘടനയുടെ ആവശ്യമായിരുന്നു എന്ത് ഈ ഒരു പ്രിയാമ്പിൾ ഉണ്ടാവുക എന്നത്. ദെൻ നമ്മുടെ ആധുനിക രാജ്യത്തിന്റെ ഉദ്ദേശം ജനങ്ങൾക്കും അതേപോലെ അവർക്ക് ക്ഷേമവും സംരക്ഷണവും കൊടുക്കുക എന്നതാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഈ ഒരു ഭരണഘടന എന്നത് നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള നിയമരൂപരേഖയാണ്. ഇത് സർക്കാരിന്റെ ഘടന, ജനങ്ങളുടെ സംസ്ഥാനത്തിന്റെ ബന്ധം എന്ത് ചെയ്യുന്നുണ്ട്, വ്യക്തമാക്കുന്നുണ്ട്. ഇനി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപം കൊണ്ടിട്ടുള്ളത് 1946 ആണ്. അംഗങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നില്ല. ഇവിടെ പ്രവിശ്യയിലെ അസംബ്ലികളിൽ എന്ത് ചെയ്തു, തിരഞ്ഞെടുത്തു. ദെൻ ചിലര് ആയതുകൊണ്ട് അവരെന്തായിരുന്നു, നിയുക്തരായിട്ടുള്ള ആളുകളായിരുന്നു. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ 299 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ. ഇനി പ്രിയാമ്പിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭരണഘടനയുടെ പ്രസ്താവന, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, പ്രിഫേസ് എന്ന് പറയാം അല്ലെ. ഇതിന്റെ പ്രിയാമ്പിളിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഭരണം എങ്ങനെ ഉണ്ടാകണം എന്ന് നിർവചിക്കുന്നു. അതുപോലെ നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ പ്രാപിക്കേണ്ട ആദർശങ്ങളെ സൂചിപ്പിക്കുന്നു. ഇതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എന്താ പറയാ റിപ്പബ്ലിക്, അതേപോലെ നമ്മുടെ മതനിരപേക്ഷത, സാമൂഹ്യവാദം, മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കില് ഇതാണ് സോവണിറ്റി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എല്ലാ പൗരന്മാർക്കും നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ലഭ്യമാക്കണം എന്നാണ് പറയുന്നത്. ഇതിന്റെ പ്രധാന ആശയം സോവണിറ്റി, സോഷ്യൽ, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്, ഇതാണ് കേട്ടോ.
ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഭരണഘടന പ്രധാന സവിശേഷതയാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ അതൊരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മുടെ 1950 ജനുവരി 26 അത് നിലവിൽ വരുന്നത്. ഇനി ഫെഡറൽ ഘടനയാണ് അല്ലെ, അതായത് കേന്ദ്രവും സംസ്ഥാനവും തികച്ചും വേർതിരിച്ചുള്ള അധികാരമാണ്, അതുകൊണ്ടാണ് ഫെഡറൽ ഘടന എന്ന് പറയുന്നത്. ദെൻ DPSP നമ്മുടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് DPSP വരുന്നത്. ദെൻ നമ്മുടെ ഏകീകൃത നിയമന്യായ സംവിധാനം, അതായത് സുപ്രീം കോടതിയാണ് ഏറ്റവും ഹൈ ആയിട്ടുള്ള കോടതിയിൽ ഏറ്റവും ഉയർന്ന കോടതി സുപ്രീം കോടതിയാണ്. തൊട്ട് താഴെ ഹൈക്കോടതി, ദെൻ താഴ്ന്ന കോടതികൾ അല്ലെങ്കിൽ ജില്ലാ കോടതി കാര്യങ്ങളൊക്കെ പിന്നീട് വരുന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അംബേദ്കറും അദ്ദേഹത്തിന്റെ ഐഡിയൽ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അംബേദ്കറിന്റെ 3 പ്രധാന സിദ്ധാന്തങ്ങളാണ് വരുന്നത്: ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി. ലിബർട്ടി എന്നാൽ എന്താണ്? വ്യക്തികൾക്ക് സംസാരിക്കാന്, ചിന്തിക്കാന്, എഴുതാന്, നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ലിബർട്ടി. ഇനി ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും എന്തുണ്ട്, ഒരു എന്താണ് സമത്വമുണ്ട് അല്ലെ, അത് അംഗീകരിക്കുക. മനുഷ്യരുടെ മാന്യത അവഗണിക്കുന്ന സമൂഹം എന്താണ്, ക്രൂരമാണെന്നാണ് ഇക്വാലിറ്റിയിൽ പറയുന്നത്. ഇനി ഫ്രാറ്റേണിറ്റി പറയുന്നത് എന്താണ്, മറ്റുള്ളവരുടെ ക്ഷേമം അതെന്താ ചെയ്യാ, സ്വന്തത്തിനെ പോലെ തന്നെ വിലമതിക്കുന്ന കാര്യമാണ്. സോ പരസ്പര ബഹുമാനം നൽകുക എന്നതൊക്കെയാണ് പറയുന്നത്. ഇനി അംബേദ്കറിന്റെ ഈ ഒരു ഐഡിയൽ സൊസൈറ്റിയുടെ സവിശേഷത എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു 5 പോയിന്റ്സ് പറയാനുണ്ട്. നമ്മൾ എന്ത് ചെയ്യാം, പേഴ്സണിനെ കേന്ദ്രമാക്കിക്കൊണ്ട് ആക്കുക. ദെൻ അതായത് സമൂഹം വ്യക്തികളുടെ വളർച്ചക്കും പുരോഗതിക്കും എന്ത് ചെയ്യണം, സേവനമാകണം. സമൂഹം വ്യക്തിയെ അധിക്ഷേപിക്കരുത്, ആവശ്യമായിട്ടുള്ള മാത്രം സഹായങ്ങൾ എന്ത് ചെയ്യണം, നൽകണം എന്നാണ് പറയുന്നത്. അപ്പൊ വ്യക്തികൾ അവിടെ കേന്ദ്രമാക്കുന്നുണ്ട്. ദെൻ സമൂഹത്തിന്റെ ഘടന, അതായത് ജാതി വർഗ വ്യത്യാസങ്ങൾ ഇല്ലാത്ത സമത്വ പ്രാധാന്യം കൊടുക്കുക. അതായത് എല്ലാ സമൂഹത്തിലും സ്വന്തം സമത്വം സ്വാതന്ത്ര്യം നിലനിൽക്കണം. ദെൻ ഡെമോക്രാറ്റിക് മൂല്യങ്ങൾ കൊണ്ടുവരിക, സാമൂഹിക നീതി ആധുനികത കൊണ്ടുവരിക. ദെൻ മതവും സമൂഹം എന്നത് പറയുന്നത് നമ്മുടെ മതം ശാസ്ത്രീയവും സമത്വം സ്വന്തം സാഹോദര്യം അല്ലെ, ഇതൊക്കെ എന്ത് ചെയ്യണം, പിന്തുടരുന്നവരായിരിക്കണം. ദാരിദ്ര്യം എന്ത് ചെയ്യാൻ പാടില്ല, ഗ്ലോറിഫൈ ചെയ്യാൻ പാടില്ല. ദെൻ ബുദ്ധമതം ഈ ഒരു മൂല്യങ്ങൾ സഫലമാക്കുന്ന ഒരു മോഡൽ ആയിട്ടുള്ള ഒരു റിലീജിയൻ ആണ്. ദെൻ ഇതിന്റെ ഒരു ലാസ്റ്റ് പോയിന്റ് നമുക്ക് പറയാൻ പറ്റുന്നത് ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ഭരണരീതിയല്ല, പകരം അതൊരു സാമൂഹികമായിട്ടുള്ള ഒരു രൂപമാണ് അല്ലെ. അപ്പൊ ജനാധിപത്യമുള്ള സമൂഹം ഉണ്ടാവുക എന്നത് അവിടെ പരസ്പര ബഹുമാനവും സമത്വവും ഉള്ള മനോഭാവം ഉണ്ടാവുക, ജാതി വർഗം അല്ലെങ്കിൽ റിജിഡ് സോഷ്യൽ ബാരിയറുകളൊന്നും ഇല്ലാത്ത ഒരു സാമൂഹിക ഘടന ഉണ്ടാവുക. അപ്പൊ ഇത്രയും കാര്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. ദെൻ ഇതിൽ വരുന്ന ബാക്കി ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, അത് നമ്മൾ നോട്ടിൽ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ബൈ.